ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫുള്ള ഫോണുമായിട്ട് വരുവാണ് iQOO. 11-ാം തീയതിയാണ് ലോഞ്ച് ഇവൻറ്റ് വന്നേക്കുന്നത്. 7300 mAh ബാറ്ററി, ഒരു 2.5 ഡേ നമുക്ക് പുഷ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു കിണ്ണം കാച്ചി ഫോൺ. അതിൽ കൂടുതൽ കിട്ടും. നമ്മൾ ഇത്രയും നല്ലൊരു ബാറ്ററി ലൈഫ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇനി കൂടുതൽ ബ്രാൻഡുകളിൽ വരട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. വേറെയും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ ഫോണിൽ. മെയിൻ ഹൈലൈറ്റ് ഇതായതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്ക് സ്പെക്സിലോട്ട് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക, എന്നാലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ നോക്കാം. ഡിസൈൻ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ക്യാമറയാണ് ബാക്കിൽ നമ്മൾ വിവോയിലൊക്കെ കാണുന്ന അതേപോലത്തെ റൗണ്ട് ഡിസൈനാണ് ഇവർ പിടിച്ചേക്കുന്നത്. ബാക്കിൽ ക്യാമറ അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വരുന്നത്. കുറച്ച് കളേഴ്സ് ഉണ്ട്, 2-3 കളേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. പിന്നെ ഇതിൽ ബാക്ക് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ് വരുന്നത്. ഡിസ്പ്ലേ ആണ് ഞാൻ നോക്കുന്നത്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.77 ഇഞ്ചിൻ്റെ ഒരു കോഡ് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ഒരു 180p ഡിസ്പ്ലേ ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 നിക്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ കിട്ടുന്നുണ്ട്. 5000 നിക്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. അത് HDR കണ്ടന്റ് കാണുമ്പോൾ മാത്രമേ ആ പീക്ക് ബ്രൈറ്റ്നസ് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അല്ലാത്ത സമയത്തും നല്ല വിസിബിലിറ്റി കിട്ടും. ഒരു 2500 നിക്സോളം നമുക്ക് വെയിലത്തൊക്കെ പോകുമ്പോൾ കിട്ടും. ഒരു വിസിബിലിറ്റി കുറവും വരത്തില്ല. എഡ്ജസ് ഒക്കെ വളരെ കുറവാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് പറയാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രോസസ്സറാണ്. നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 3 എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ്. കഴിഞ്ഞ വർഷത്തെ പ്രോസസ്സറാണ്. എന്നാലും ഒരു കുറ്റവും പറയാനില്ലാത്ത ഈ ഒരു സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു പ്രോസസ്സറാണ് 7S Gen 3 പ്രോസസ്സർ. അത്യാവശ്യം നല്ല കോറും നല്ല എല്ലാം ഉള്ള ഒരു പ്രോസസ്സറിന് ഓവറായിട്ട് ഹീറ്റ് ആവുന്ന പ്രശ്നമോ ഒന്നും ഇതിലില്ല. ഈ ഒരു പ്രോസസ്സറിലില്ല. അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു iQOO C10 7S Gen 3 നമുക്ക് തരും. പിന്നെ പറയുന്ന സ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ലൈഫാണ്. ബാറ്ററി ലൈഫ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അത് 7300 mAh ബാറ്ററി. അതിനകത്ത് 0.95 mm തിക്നെസ്സിലാണ് വരാൻ പോകുന്നത്. പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. പക്ഷേ ഈ ഒരു തിക്നെസ്സിൽ ഈ 7300 mAh ബാറ്ററി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അന്യായം തന്നെ. അത് 90 വാട്ടിൻ്റെ ഒരു ചാർജർ ബോക്സിൽ തന്നെ ഉണ്ട്. അത് ഇതിൻ്റെ ഹൈലൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചാർജിങ് കയറും. ബാറ്ററി ലൈഫും സൂപ്പറാണ്. പെർഫോമൻസ് ഡീസൻ്റ് ആണ്. ഡിസ്പ്ലേയും ഡീസൻ്റ് ആണ്. പിന്നെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 15 മെഗാ ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. 8 മെഗാ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. റിയൽ ക്യാമറയെ നമുക്ക് 4K 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് ഫുൾ HD ഓപ്ഷനേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഫോണിൻ്റെ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനാണ്. നിങ്ങൾ ഇത് രണ്ടും കൂടെ കമ്പാരിസൺ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളത് കാണുള്ളൂ. ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ 32 മെഗാ ഒരു ഫുൾ HD ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോട്ടേജ് ഒക്കെ വരും. 11-ാം തീയതി ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കണ്ട ഫോട്ടേജിലൊക്കെ അടിപൊളിയായിട്ട് തോന്നുന്നു. സ്പെക്സ് വൈസ് ചെയ്ത് സൂപ്പറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ 4K കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം മറ്റൊരു ബ്രാൻഡ് ഇതിനേക്കാളും സ്പെക്സിൽ കൊടുക്കുന്നുണ്ട് ക്യാമറയിൽ. പിന്നെ ഇതിൻ്റെ വരുന്നൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിങ് ആണ്. പ്രൈസിങ് ഇതിന് വരാൻ പോകുന്നത് 18,999 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഓൾ റൗണ്ടർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം 18,999 19,000 റുപ്പീസിന് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലും താന്ന് കിട്ടും. അപ്പോൾ 18,999 ആയിരിക്കും വരാൻ പോകുന്ന പ്രൈസ് എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് 8GB 128 ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് വരാൻ പോകുന്നത്. ഇറ്റ്സ് എ ഫെൻറ്റാസ്റ്റിക് ഡിവൈസ് എന്ന് എനിക്ക് പറയാം. iQOOയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു M1 ബാറ്ററി വരുന്ന ഒരു അടിപൊളി ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. പെർഫോമൻസ് ഡീസൻറ്റ്, ഡിസ്പ്ലേ ഡീസൻറ്റ്, എല്ലാം കൊണ്ടും ക്യാമറയിൽ മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ഞാൻ ഇച്ചിരി പുറകോട്ട് പറയുന്ന ഒരു കാര്യം. എന്നാലും ഡീസൻ്റ് ആണ്. 4K 30 FPS റിയൽ ക്യാമറയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം.